ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട ഇസ്രയേലും ഗൂഗിളും ആമസോണും തമ്മിൽ 2021 കരാറാണ് പ്രോജക്ട് നിംബസ്. കരാറുണ്ടാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ കരാറിനെക്കുറിച്ചും അതിലെ മറഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ രഹസ്യ ഇടപാടുകളെക്കുറിച്ചും ദ ഗാർഡിയൻ പുറത്തുവിട്ട ഒരു വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ വെല്ലുവിളികൾ ഉണ്ടാകാതിരിക്കാൻ ഇസ്രായേൽ കരാറിൽ ഉൾപ്പെടുത്തിയ വളരെ അസാധാരണമായ നിയന്ത്രണത്തെക്കുറിച്ചാണ് റിപ്പോർട്ട്. അന്ന് ആ കരാർ ഉണ്ടാക്കുമ്പോൾ ഗൂഗിളിന്റെയും ആമസോണിന്റെയും ഉപഭോക്താവായ ഇസ്രായേൽ ഗവൺമെന്റ് അസാധാരണമായ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നും അതിനായി അവർ ഒരു സീക്രട്ട് കോഡ് ഉപയോഗിക്കുന്നു എന്നുമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിങ്കിംഗ് മെക്കാനിസം, അതായത് രഹസ്യ കോഡ് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ധാരണ ഇരു കമ്പനികളുമായും ഇസ്രായേൽ ഗവൺമെന്റ് ഉണ്ടാക്കിയെന്നാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാർഡിയന്റെ ലീക്ഡ് ഡോക്യുമെന്റ്സിലെ വിശദാംശം അനുസരിച്ച് കരാറിന്റെ ഭാഗമായി ഗൂഗിളിനും ആമസോണിനും മേൽ 2 കർശനമായ വ്യവസ്ഥകൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ഇരു കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ നിയന്ത്രിക്കാൻ ഗൂഗിളും ആമസോണും ശ്രമിക്കരുതെന്ന ആവശ്യമായിരുന്നു ആദ്യത്തേത്. അതായത് ഇസ്രായേലി സർക്കാർ ഏജൻസികൾ, സുരക്ഷാ സേവനങ്ങൾ, സൈനിക യൂണിറ്റുകൾ എന്നിവയുടെ ക്ലൗഡ് സേവനങ്ങളിൽ ഈ ടെക് കമ്പനികൾ കൈകടത്താൻ പാടില്ല. കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സേവന നിബന്ധനകൾ ഇസ്രായേൽ ലംഘിച്ചതായി കണ്ടെത്തിയാൽ പോലും ഈ കമ്പനികൾക്ക് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കാനോ പിൻവലിക്കാനോ കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരു വിദേശ കോടതി ആമസോണിന്റെയോ ഗൂഗിളിന്റെയോ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിൽ സംഭരിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ഡേറ്റ കൈമാറാൻ ഉത്തരവിട്ടാൽ കമ്പനികൾ ഇസ്രായേലിനെ അത് രഹസ്യമായി അറിയിക്കണം എന്നതാണ് രണ്ടാമത്തെ നിബന്ധന. 2018 ദ ക്ലൗഡ് ആക്ട് പ്രകാരം മറ്റു ടെക് കമ്പനികളെ പോലെ തന്നെ ഗൂഗിളിന്റെയും ആമസോണിന്റെയും ക്ലൗഡ് ബിസിനസ്സുകൾ, പോലീസ്, പ്രോസിക്യൂട്ടർമാർ എന്നിവർ പറയുന്നതനുസരിച്ച് അമേരിക്കൻ നിയമനിർവഹണ ഏജൻസികളുടെ അന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ കൈമാറണമെന്ന നിയമം നിലവിലുണ്ട്. ആ ഡേറ്റ കൈമാറ്റം നടക്കുന്നത് രഹസ്യമായി തന്നെ ആയിരിക്കും. യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ പ്രകാരമാണെങ്കിൽ ഡേറ്റ ലഭിച്ചു കഴിഞ്ഞ് അതിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടനടി ആക്ഷൻ എടുക്കാനും സാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡേറ്റ വിദേശ ഏജൻസികൾക്ക് കിട്ടുന്നത് പ്രധാന ആശങ്കയായിരുന്നു. അതിനാൽ ആ ഭീഷണിയെ നേരിടാൻ വേണ്ടിയാണ് രഹസ്യ മുന്നറിയിപ്പ് സംവിധാനം ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഡേറ്റ വിദേശ ഏജൻസികൾക്ക് കൈമാറിയാൽ പേയ്മെന്റുകൾ വഴിയാണ് രഹസ്യമായി ഈ വിവരം ഇസ്രായേലിനെ അറിയിക്കുന്നത്. അതിനായി പേയ്മെന്റുകളിൽ മറഞ്ഞിരിക്കുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ സീക്രട്ട് കോഡാണ് ഉപയോഗിക്കുന്നത്. അതുവഴി അന്വേഷകരുടെ ഉദ്ദേശം എന്തെന്ന് ഇസ്രായേലിന് അറിയാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ സീക്രട്ട് കോഡ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണ്ടേ? നിയമപാലകർ ഡേറ്റ ആവശ്യപ്പെടുന്ന സമയത്ത് വിങ്കിംഗ് മെക്കാനിസം അഥവാ സ്പെഷ്യൽ കോമ്പൻസേഷൻ എന്ന പ്രക്രിയയിലൂടെ ടെക് കമ്പനികൾ ഇസ്രായേലി സർക്കാരിന് ഒരു പേയ്മെന്റ് വഴി അറിയിപ്പ് നൽകും. ഇസ്രായേലി ഷെക്കലുകളിൽ 4 അക്ക സംഖ്യ ഉപയോഗിച്ചാണ് പേയ്മെന്റുകൾ ചെയ്യുക. ഏത് രാജ്യത്ത് നിന്നാണോ ഡേറ്റ ആവശ്യപ്പെട്ടത് ആ രാജ്യത്തിന്റെ ഡയലിംഗ് കോഡുമായി മാച്ച് ചെയ്യുന്നതാകണം പേയ്മെന്റ്. അതിനുശേഷം 0 ചേർത്ത് അയക്കുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് അമേരിക്കയ്ക്കാണ് ഡേറ്റ കൈമാറുന്നതെങ്കിൽ ഡയലിംഗ് കോഡ് +1 ശേഷം 0 ചേർത്ത ഇസ്രായേലി ഷെക്കലുകളിൽ പേയ്മെന്റ് നടത്തും. വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ സീക്രട്ട് കോഡ് അയക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത്. പുറത്തുവരുന്ന വാർത്തകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിംബസ് കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം രഹസ്യ കോഡ് ഉപയോഗിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഗൂഗിളോ ആമസോണോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുമ്പ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ സൈന്യത്തിന് നൽകിയിരുന്ന ചില സേവനങ്ങൾ US ടെക് ജയന്റ് ആയ മൈക്രോസോഫ്റ്റ് റദ്ദാക്കിയതായി റിപ്പോർട്ടുമുണ്ടായിരുന്നു. ദശലക്ഷക്കണക്കിന് വരുന്ന പലസ്തീനികളെ നിരീക്ഷിക്കാനായി ഈ സേവനങ്ങൾ ദുരുപയോഗിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് സേവനങ്ങൾ റദ്ദാക്കുന്നതെന്ന് മൈക്രോസോഫ്റ്റ് എടുത്തു പറഞ്ഞിരുന്നത്. എന്തായാലും ദ ഗാർഡിയൻ പുറത്തുവിട്ട ഈ വാർത്തയ്ക്ക് പിന്നാലെ ടെക് ഭീമന്മാർക്കെതിരെയും ഇസ്രായേലിനെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. ലോകത്തെ സസൂക്ഷ്മം വീക്ഷിക്കാൻ ഗൂഗിളിനെയും ആമസോണിനെയും ഇസ്രായേൽ ഒരു ടൂൾ ആക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്.